ചേച്ചി, കേരള പോലീസ് തല കുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല. കർണാടകയിലുണ്ട്. പോലീസ് അടുത്തെത്തുമ്പോൾ ഇൻഫർമേഷൻ ലീക്ക് ആവുന്നു, രാഹുൽ രക്ഷപ്പെടുന്നു. കോടതിയിൽ നിന്ന് രാഹുലിന് ജാമ്യം കിട്ടുന്നു. അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആദ്യം ഒരു ഉത്തരവ് വരുന്നു. രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്നു. ഇന്നലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് വോട്ട് ചെയ്യാൻ വളരെ കൂളായി രാഹുൽ വന്നു. എന്താണ്, മാധ്യമങ്ങൾ ചോദിക്കാവുന്നതിന്റെ മാക്സിമം രാഹുലിനെ ചോദ്യങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വളരെ കൂളായി തനിക്ക് പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. വളരെ കൂളായിട്ടിരുന്ന് ചായ കുടിക്കുന്ന രാഹുലിനെ കണ്ടു. രാഹുലിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ജനങ്ങൾക്ക് വീണ്ടും സംശയം തോന്നി, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന രീതിയിലാണ് രാഹുൽ ഇരിക്കുന്നത്. ചേച്ചി കണ്ടില്ലേ ഇന്നലെ വീഡിയോ? അല്ല, അത് കാണുമ്പോഴേ നമ്മൾ എങ്ങനെ ചിരിക്കണോ അതെ ഇതിനെതിരെ പ്രതികരിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ കുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടല്ലോ, അതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ എന്നത് മാറ്റി നിർത്തിയാൽ ഏതൊരാളിനെ ആയാലും, കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ബാക്കി ഏതൊരാളിനെയും അതായത് കാണുന്നവർക്ക് തോന്നി ഇവർക്കൊരു മാധ്യമ പ്രവർത്തകർ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് പൊതുജനം ഇത് കാണുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് ഈർഷ്യ തോന്നുന്ന രീതിയിലാണ് ഇവരുടെ പല ചോദ്യം ചോദിക്കുക. ഇപ്പോ വി.ഡി. സതീശനോടായാലും ശരി, ഒരു ചോദ്യം ചോദിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചോദ്യം ചോദിക്കുന്നു, ആള് കൃത്യമായൊരു മറുപടി കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും കുണാന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും അതിൽ നിന്നൊന്ന് കിട്ടണം എന്ന രീതിക്ക്. ഞാൻ വി.ഡി. സതീശന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ വ്യക്തികളോടും ഇവരിങ്ങനെയാണ് ചോദിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വളച്ചൊടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം കിട്ടുന്ന ഇതിന് വേണ്ടിയിട്ട് ചാണ്ടി ഉമ്മനോട് ചോദിച്ചതൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതിന് മുൻപൊരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ ചോദ്യം ചോദിക്കാൻ റിപ്പോർട്ടർ ചാനൽ മാറി നിൽക്കുക, ബാക്കിയുള്ളവരോട് ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് പറഞ്ഞത്. അപ്പൊ അപ്പൊ അതുപോലെ ഇവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒന്നും വേണ്ട. സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കുന്ന രീതി, അതായത് ആളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്താൽ ആൾ വയലന്റ് ആവും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചോദിച്ച് ആളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക, എന്നിട്ട് അതിനെ ആഘോഷമാക്കുക എന്ന ഒരു രീതിയാണ്. ഈ മറ്റേ ഓൺലൈനിൽ ചില നീലക്കുറുക്കനോ മഞ്ഞക്കുയിലോ അങ്ങനെയൊക്കെ കുറെ ചാനലുകാരുണ്ടല്ലോ, ഈ നടിമാർ വരുമ്പോൾ ഏതെങ്കിലും ആംഗിളിൽ നിന്ന് മാത്രം വീഡിയോ എടുക്കുക, എന്നിട്ട് അതിനെ വെച്ച് കൈവച്ച് ചെയ്തത് കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിലും കൊടുത്തിടുന്ന ആ ഒരു നിലവാരത്തിലേക്കാണ് മാധ്യമപ്രവർത്തകർ പലരെയും അപ്രോച്ച് ചെയ്യുന്നത് കാണാറുള്ളത്. പക്ഷെ ഈ ഒരു ഇത് കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ആണ് ഇപ്പോ കേസിൽ പെട്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് തെളിയുന്നത് വരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് തെളിയുന്നത് വരെ നമ്മൾ ഒരിക്കലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു സാമൂഹ്യ മര്യാദയുണ്ടല്ലോ. ഒരു പെൺകുട്ടിയെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സാമൂഹ്യ ബോധം. പക്ഷെ ഈ ഒരു വിഷ്വൽ കണ്ടപ്പോ രാഹുലിന് കൊള്ളാം, മിടുക്ക, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, കാണുന്നവർക്കും കേരള ജനതയ്ക്കും സാധാരണഗതിയിൽ തോന്നാം ഈ പയ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, കാര്യം വളരെ ഒരു ധൈര്യം സമ്മതിക്കണം എന്ന് തോന്നും ആൾക്കാർക്ക്, അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷെ അത് നന്നായി. എന്തെങ്കിലും ഒരു വാക്ക് രാഹുൽ പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ ആ വാക്കിൽ പിടിച്ച് തൂങ്ങി. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. പുറത്തു വന്ന ഓഡിയോ രാഹുലിൻ്റെതാണോ എന്ന് ചോദിക്കുന്നു, രാഹുൽ ഉത്തരം പറയുന്നില്ല. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയുമോ, പുറത്തു വന്ന ഓഡിയോ രാഹുലിൻ്റെതാണ് എന്നാണെങ്കിൽ പോലും ആ ഓഡിയോയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അതിന്റെ മുൻപുള്ള ഓഡിയോ ഉണ്ട്, അതിന് പിൻപുള്ള ഓഡിയോ ഉണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചാലേ അതിൽ യഥാർത്ഥം എന്ത് എന്ന് പറയാം. ഇപ്പൊ ഈ ചോദിക്കുന്നത് രാഹുലിന്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണ്. അപ്പോൾ ഉടനെ വേറെന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. രാഹുലിന് വേറൊന്നും പറയാൻ പറ്റില്ല. ആ ഓഡിയോ രാഹുലിൻ്റെതാണ് എന്ന് രാഹുൽ സമ്മതിച്ചു എന്ന രീതിയിൽ ആഘോഷം നടക്കും. അല്ല, അതുപോലെ തന്നെ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് രാഹുൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ വെർഷൻ ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊന്നും പറയാനില്ല, ഇനി നിങ്ങളുടെ വെർഷൻ നിങ്ങൾക്ക് പറയാം, അതിന് ഞാനൊന്നും പറയുന്നുമില്ല, നിങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറയാം. അതായത് ഇപ്പൊ കോടതിയിൽ പറയാനുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തിനാണ് മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ആവശ്യം? അത് ന്യായമായ കാര്യം. ഇത് രാഹുൽ എന്നല്ല, ഏതൊരു വ്യക്തിയായാലും ശരി, കോടതിയിൽ കേസ് നടക്കുന്നു, കോടതിയിൽ വാദം തുടങ്ങും എന്നുള്ളപ്പോൾ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ പോരെ. ഉപാധികളോടാണല്ലോ ജാമ്യം. അതിന്റെ അകത്ത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് അത് മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നു
ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് കരുതിയോ, പാർട്ടി തഴഞ്ഞില്ലേ, ഇതൊക്കെ ചോദിക്കുമ്പോഴും വളരെ കൂളായിട്ട് ഒന്നുമില്ല. വിവാദം ഉണ്ടാക്കുക എന്നതിലപ്പുറം മാധ്യമങ്ങൾക്ക് വേറെ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനെ കുറിച്ചുള്ള വേവലാതി കൊണ്ടോ, രാഹുൽ ഇനി കോൺഗ്രസിൽ ഉണ്ടാവുമോ, ഇനി തിരിച്ചു വരുമോ, രാഹുലിന് അങ്ങ് വേദനയായിപ്പോയോ എന്നൊക്കെ ഉള്ള ആശങ്കയാണോ യഥാർത്ഥത്തിൽ? അല്ല, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, രാഹുലിനോടുള്ള ആശങ്ക മാത്രമല്ല, ഇവർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നതാണോ പൂർണ്ണമായി? ഇരയോടുള്ള സ്നേഹമാണോ? അതൊരു പെൺകുട്ടിയല്ലേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് ഈ മുഴുവൻ എല്ലാ മാധ്യമങ്ങളും, ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നു. എന്നാൽ പോലും ഇതിൽ എല്ലാവരും ഇരയ്ക്കൊപ്പം പൂർണ്ണമായി നിലപാടെടുക്കുന്നവരാണ്. ഇതിൽ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ലേ പല മാധ്യമങ്ങൾ പോലും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പ് എന്നതിലുപരി അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഇര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഓഡിയോയും ചാറ്റ് ഹിസ്റ്ററിയും എല്ലാം എടുത്ത് അവർ കാണിച്ച്, ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് ഒരാളോട് അല്ലെങ്കിൽ സൗപർണ്യ അടുത്ത് വരുമ്പോൾ സൗപർണ്യ നമുക്ക് പരാതി കൊടുക്കാം എന്നല്ലേ പറയേണ്ടത്. അല്ലാതെ അതിനെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് അത് സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി മാക്സിമം റീച്ച് ഉണ്ടാക്കുക. അല്ല ചേച്ചി, ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, തന്റെ ഓഡിയോ തന്റെ അനുവാദമില്ലാതെ. അപ്പൊ അതിലെന്ത് നടപടിയാണ് എടുത്തത്? അല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണല്ലോ അതിന് ഉത്തരം. എന്ത് നടപടിയാണ് എടുത്തത്? ഇരയ്ക്കൊപ്പമാണ്. ഇരയുടെ മാനസികാവസ്ഥയെ പറ്റിയൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ വലിയ രീതിയിൽ സംസാരിച്ചു. ഇരയ്ക്കൊപ്പമാണ്, ഇരയുടെ മാനസികാവസ്ഥ. അപ്പൊ ഈ ഒരു ഓഡിയോ പുറത്തുമ്പോ, എന്റെ ഓഡിയോ ആണ്, ഞാനാണ് വിക്ടിമെങ്കിൽ ചേച്ചി എന്റെ ഓഡിയോ എന്റെ അനുവാദമില്ലാതെ പുറത്തിടുമ്പോ ചേച്ചി ചെയ്ത തെറ്റ് തന്നെയല്ലേ? അതേ തെറ്റാണ്. അതിന് നിയമസഹായം കൊടുക്കുന്നതിന് പകരം അതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഓഡിയോയും അല്ലെങ്കിൽ സ്വകാര്യമായി ആ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ വിഷയം വന്ന് നാട്ടുകാരുടെ മുന്നിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് അവതരിപ്പിച്ച മാധ്യമപ്രവർത്തക എന്തായാലും ആ സ്ഥാപനം വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ആ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന റിപ്പോർട്ടറിലേക്ക് കിട്ടുകയാണെങ്കിൽ, അടുത്ത് റിപ്പോർട്ടറിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അവർക്ക് ഒന്നിച്ചിരുന്ന് അവിടെ ആഘോഷിക്കാം. മറ്റേത് 2 ഫ്ലോറിലിരുന്നാണ് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അവർക്ക് റിപ്പോർട്ടർ സ്വീകരിക്കാവുന്നതാണ്, ആ മാധ്യമപ്രവർത്തക റിപ്പോർട്ടറിനെ എടുക്കാവുന്നതാണ്, എടുത്ത് അവർക്ക് അവിടെ നിന്ന് ഒന്നിച്ച് സംപ്രേഷണം നടത്താം. അല്ലേ ചേച്ചി, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും റിപ്പോർട്ടർ ചാനലാണല്ലോ. ചേച്ചി, ഒരു വിഷയം വരുമ്പോ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് എടുക്കേണ്ടത്. അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ആ ഇരയെ കൂടി പരിഗണിക്കണം. ഇപ്പൊ ഞാനാണ് ഇരയെങ്കിൽ, ചേച്ചി മാധ്യമ പ്രവർത്തകയാണ്, അപ്പൊ ഞാൻ ചേച്ചിയോടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ചേച്ചി എന്റെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം. എന്റെ ഓഡിയോ പുറത്തു വിടുമ്പോൾ എന്നോട് ചേച്ചി ചോദിക്കണം. ഇതിപ്പോ എന്താണ്, രാഹുലിനെ കുറ്റക്കാരനാക്കുക അല്ലെങ്കിൽ രാഹുലിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരിക, അതിനൊപ്പം എന്നെ കൂടിയാണ് കൊത്തിപ്പറിക്കുന്നത്. അതിവര് ചിന്തിക്കുന്നില്ല. അതല്ലേ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു മുൻ മന്ത്രി, ഒരു പെൺകുട്ടി ഒരു മുൻമന്ത്രിക്കെതിരെ അതിന്റെ ഒരു വിഷയം, പേഴ്സണൽ വിഷയമാണ്. അപ്പൊ മുൻമന്ത്രി അതിനെ ഭീഷണിപ്പെടുത്തി എന്ന രീതി, അതിന്റെ ഓഡിയോ ഒക്കെ ഉണ്ട് ആ കുട്ടിയുടെ എന്നെ സമീപിച്ചായിരുന്നു. അപ്പോ ആ ഓഡിയോ ഞാനതങ്ങ് പ്രസിദ്ധീകരിക്കാം, മുൻമന്ത്രിക്കെതിരെ പ്രസിദ്ധീകരിക്കാം എന്നല്ല പറഞ്ഞത്. ആ കുട്ടി ഇപ്പോ അതിന്റെ ജീവിതത്തിൽ കുറച്ച് ത്രെട്ടണിങ് കേസാണത്. അപ്പൊ അതിന് നമുക്ക് നിയമസഹായം തേടാം, കുട്ടി സേഫ് ആവുക എന്നതാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതിന് നിയമസഹായം തേടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അല്ലേ ചേച്ചി, ഇപ്പോ ഞാൻ പറയുന്ന പോലെ ഞാനാണ് ഇരയാണെങ്കിൽ ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്നെ ഒന്ന് ഓക്കെ ആക്കുക, അല്ലെ? സപ്പോർട്ട് കൊടുത്ത് ഓക്കെ ആയിട്ട് നമുക്ക് ലീഗലി പോകാം. അതിനുശേഷം ഇത് കേസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോ ഓക്കെ ചോദിക്കാം, ഞാൻ ആ ഓഡിയോ ഒന്ന് പുറത്തുവിടട്ടെ, അല്ലെ? അല്ലെങ്കിൽ ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞല്ലോ, ചേച്ചി കേസ് കൊടുത്തു, ഇത്രയുമായി, ചേച്ചി വേണമെങ്കിൽ അതാണല്ലോ മര്യാദ. സത്യത്തിൽ രാഹുൽ ചെയ്തതുപോലെ മറ്റൊരു തരത്തിലെ തെറ്റ് തന്നെയാണ് അത്. ഏത് ചാനലായാലും ഏത് മാധ്യമ പ്രവർത്തകയായാലും ചെയ്തത്. കാര്യം നമുക്കത് ന്യായീകരിക്കാനാകില്ല. കാര്യം ഇരയെ പരിഗണിക്കുന്നില്ല. ഇരയ്ക്കൊപ്പമാണ് ഞാൻ നിലപാടെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇരയെ പരിഗണിക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കൂടെ പറ്റണം. ഇതങ്ങനെയല്ല, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷ ലഭിക്കണം. ഇര എന്ന് പറയുന്ന ആളിനെ ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും, അതിപ്പോ ഏത് കേസിലായാലും, അതിപ്പം ദിലീപിന്റെ വിഷയത്തിലായാലും എല്ലാ കേസിലും ഇവരുടെ എല്ലാം നിലപാട് ഇരയ്ക്കൊപ്പം എന്ന് പറയുമെങ്കിലും ഇരയ്ക്കൊപ്പം എന്നതിലുപരി നമുക്കൊപ്പം, അവരവരുടെ ചാനലിനൊപ്പം അവരുടെ റീച്ച് കൂട്ടുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ള ഒരു മുഖത്തേറ്റൊരടിയാണ് ഈ രാഹുലിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം. അല്ല, രാഹുൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എവിടെയാണ് ഇനി ഉണ്ടാവുക അത്. അപ്പൊ രാഹുൽ ആദ്യം ഒന്നും മറുപടി പറയാതെ പോകുമ്പോ പിറകെ ഒന്ന് ചോദിക്കുന്നുണ്ട്, പാലക്കാട്ടെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമില്ലേ എന്ന് ചോദിക്കുമ്പോ രാഹുൽ പറയുന്നുണ്ട് ഞാൻ അവർക്കൊപ്പം കാണും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് രാഹുൽ പറയുന്നത് വീണ്ടും പാലക്കാട് സജീവമാകുമെന്നാണോ? കാര്യം രാഹുലിന്റെ കാര്യം കൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വോട്ട് ചെയ്യാൻ വന്നു രാഹുൽ ഇന്നലെ, അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. ഞാൻ വിചാരിച്ചു രാഹുൽ വരില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ രാഹുൽ വോട്ട് ചെയ്യാൻ വന്നു. നമുക്കറിയാം ആദ്യ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് പാലക്കാട് വളരെ സജീവമായി വീണ്ടും. അപ്പൊ ഇന്ന്
പോലീസ് നിരന്തരം രാഹുലിനെ തേടി ഫ്ളാറ്റിലെത്തുകയും മറ്റ് ഫ്ളാറ്റിലെ അന്തേവാസികൾ പരാതി കൊടുക്കുകയും അതുകൊണ്ട് രാഹുലിനോട് എത്രയും വേഗം ഫ്ളാറ്റ് ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഒഴിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഇനി മറ്റൊരു ഫ്ളാറ്റ് എടുക്കുമോ അതോ തിരിച്ചു പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് രാഹുലിന്. പക്ഷെ അത് വളരെ മോശമായ ഒരു സമീപനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര കുറച്ചിലൊന്നുമല്ല. പണ്ട് കാലത്താണ് ഈ പോലീസ് എന്ന് പറയുമ്പോൾ അവർ വേറെ ഏതോ ഒരാൾക്കാരായിട്ട് കരുതിയിരുന്നത്. ഇപ്പൊ പോലീസുകാരെയും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാണ്, പോലീസ് വന്നു എന്ന് അത് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അപ്പൊ അവരെ ഒരു സർക്കാർ ജീവനക്കാരാണ് എന്ന് കാണാൻ ഈ നമ്മുടെ നാട്ടുകാർ എന്തുകൊണ്ടാണ് ഇതുവരെ ശീലിക്കാത്തത്? അത് അവരുടെ ഒരു അജ്ഞതയായിട്ടേ കരുതുന്നുള്ളൂ. ഇപ്പൊ അത് വരട്ടെ, അയാൾ അവിടെ താമസിക്കുന്നതിന് ബാക്കിയുള്ളവർക്ക് എന്താ? പോലീസ് അവരുടെ ഫ്ളാറ്റിൽ വരുന്നതിന് ഈ പരാതി പറയുന്നവരുടെ ഫ്ളാറ്റിൽ കയറി ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതിന് സാധ്യതയില്ല. ഇനി എന്തെങ്കിലും എൻക്വയറി പക്ഷെ ചോദിച്ചാൽ പോലും അതിനോട് സഹകരിക്കുക. അതിനിപ്പോ എന്താണ് ബുദ്ധിമുട്ട്? അതുകൊണ്ട് അയാളോട് ഫ്ളാറ്റ് ഒഴിഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നത് രാഹുൽ പോകാൻ അപരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമായിട്ടേ എനിക്ക് അതിനെ കാണാൻ കഴിയുന്നുള്ളൂ.